Hello, hi, dear friends. Welcome to yet another session. Okay, അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ നിർത്തി വെച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ സെഷൻ. ലാസ്റ്റ് സെഷനിൽ നമ്മൾ സിംപ്ലിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. പിന്നെ എന്താ പറയുക, നമ്മുടെ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ ആ സംഭവങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങൾ, ആ മൾട്ടിപ്പിൾസായി തന്നെ കുറച്ച് പെർസെൻറ്റേജ് വാല്യൂസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്, നമ്മൾ അവിടെ നിർത്തിയതിൻ്റെ ബാലൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് സെഷൻ കാണാത്തവരാണെങ്കിൽ അത് പോയി കണ്ടിട്ട് ഇത് വന്ന് കണ്ടാലേ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയി സംഭവങ്ങൾ മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ ഇവരെന്താ ഈ പറയണതെന്ന് നിങ്ങളാകെ കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ സിംപ്ലിഫിക്കേഷനിൽ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ ആയിരുന്നു. അതിലും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഏതാണ്? നമ്മുടെ മൾട്ടിപ്പിൾസാണ്. നമ്മൾ ഇന്നലെ 1/5 വരെ, അതായത് 20% വരെയുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് 1/6 ആണ്. ഓക്കെ, 1/6 അതായത് 16 2/3 അല്ലെങ്കിൽ 32 4/3 അല്ലെങ്കിൽ 48 6/3 അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 64 8/3 അങ്ങനെ അത് കണ്ടിന്യൂ ആയി പോവും. അല്ലെങ്കിൽ നമുക്ക് 16.6ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ 16 2/3 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഇപ്പം ചില പെർസെൻറ്റേജ് വല്ലപ്പോഴൊക്കെ നമ്മൾ ചോദിച്ച് കാണാറുള്ളൂ. പക്ഷെ ചില പെർസെൻറ്റേജ് വാല്യൂസ് വളരെ കോമൺ ആയിട്ട്, അതായത് അതില്ലാതെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും കോമൺ ആയി, അത്രയും എന്താ പറയുക, അത്രയും എപ്പോഴും ചോദിക്കണ രീതിയിലുള്ള എല്ലാ എക്സാംസിലും അങ്ങനെ ചോദിച്ച് കാണുന്ന ചില പെർസെൻറ്റേജ് വാല്യൂസിൽ ഒരു വാല്യൂ ആണ് 16 2/3. അതുമായി റിലേറ്റ് ചെയ്ത അതിൻ്റെ മൾട്ടിപ്പിൾസും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 16 2/3 പെർസെൻറ്റേജ് ഓഫ്, ഇപ്പം 36 വേണ്ട 216 എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പെർസെൻറ്റേജ് വാല്യൂ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചതാണോ നോക്കും. യെസ്, നമ്മൾ നോക്കി 16 2/3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 16 2/3യുടെ ഫ്രാക്ഷൻ വാല്യൂ എന്താണ്? 1/6 ആണ്. 1/6 ഇൻറ്റു 216 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും, 6 കിട്ടും, 36. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് 16 2/3 അല്ല ചോദിച്ചത്, 32 4/3 പെർസെൻറ്റേജ് ഓഫ് 216 ആണ് ചോദിച്ചതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് കണ്ടു, 33 4/3 നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ ആലോചിക്കും? നമ്മൾ പഠിച്ച ഏതെങ്കിലും വാല്യൂ ആയി കണക്ഷൻ ഉണ്ടോ എന്ന് ആലോചിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, യെസ് 32 കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, യെസ് നമ്മൾ പഠിച്ച 16നുമായി 32ന് കണക്ഷൻ ഉണ്ട് അല്ലേ? യെസ്, അപ്പോൾ 16നുമായി കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് 16ൻ്റെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ്, ഓക്കെ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് 32 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ നോക്കുകയാണ്, നമ്മുടെ ഈ മിക്സ്ഡ് ഫ്രാക്ഷനിൽ നമ്മൾ നമ്മുടെ ഫ്രാക്ഷൻ പാർട്ട് എടുക്കും. ഓക്കെ, നമ്മുടെ ഫ്രാക്ഷൻ പാർട്ട് നോക്കുമ്പോൾ എന്താണ്, 2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് 4 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ വാല്യൂ അല്ലേ, ആ ഫാക്ടർ എന്ന് പറയുന്നത് സെയിം ആണ്, 2 ആണ്. അപ്പോൾ നമുക്കിതിന് എന്തെഴുതാം? 2 ഇൻറ്റു 16 2/3 പെർസെൻറ്റേജ് ഓഫ് സോ എന്ന് നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 2 ഇൻറ്റു 1/6 ഇൻറ്റു 216 സോൾവ് ചെയ്യുമ്പോൾ കിട്ടണതാണ് നമ്മുടെ ആൻസർ. അപ്പം 16 2/3യുടെ മൾട്ടിപ്പിൾസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഏത് നമ്പർ ആണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അത് കറക്റ്റാണ്, അതായത് സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ 32 4/3ക്ക് പകരം 5/3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നോക്കുക, ഇവിടെ 2 ആണ്, 2ൻ്റെ കൂടെ 2.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്. പക്ഷേ നമ്മുടെ 32 എങ്ങനെ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? 2 അല്ല 16ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ 2 കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ വാല്യൂ ആവണം
ഇവിടെയും ഉണ്ടാവേണ്ടത്. ഓക്കെ, യെസ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഒരെണ്ണം കൂടെ. ഇപ്പോൾ 64 8/3 ഉണ്ട്. നമ്മൾ നോക്കുകയാണ്. യെസ്, 64 16ൻ്റെ മൾട്ടിപ്പിളാണ്. നമ്മൾ ഇന്നലെ ഈ 50യുടെയും 25ൻ്റെയും കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതായത് നമ്മൾ 100ുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. യെസ്, അതേപോലെ ഇപ്പം 64 എന്നൊരു വാല്യൂ ഉണ്ട്. ഇപ്പം നമുക്ക് 64 8ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? 64 എന്ന് പറയുന്നത് 8ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളത് നമുക്കറിയാം. ചിലപ്പോൾ 64 16ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളത് നമുക്കറിയായിരിക്കും, പക്ഷേ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മളത് 64നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം പോവും. പിന്നെ പ്രിലിംസ് അറിയാലോ. അപ്പോൾ പ്രിലിംസ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രമേ നമുക്ക് ചിലപ്പോൾ നേരം ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ 64 നമുക്കതിനെ എങ്ങനെ എഴുതാം? 8 × 8 എന്ന് എഴുതാം അല്ലേ? യെസ്. ഇനി നമുക്ക് ഏത് വാല്യൂ ആയിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്? 16 അതുമായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു 8നെ അങ്ങനെ നിർത്തി, മറ്റേ 8നെ നമ്മൾ 2 × 4 എന്ന് നമ്മൾ എഴുതി. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടത്? 16 ആണ് വേണ്ടത്. അപ്പം 8 × 2 ആണ് നമ്മുടെ ഏത് വാല്യൂ? 16. അപ്പോൾ 16 × 4 ആണ് നമ്മുടെ ഏത് വാല്യൂ? 64. അപ്പോൾ ഇവിടെ എത്ര ടൈംസ് ഉണ്ട്? 16 4 ടൈംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണത് നമ്മുടെ ഈ വാല്യൂ, അതായത് നമ്മുടെ ഫ്രാക്ഷനിൻ്റെ ന്യൂമറേറ്റർ വാല്യൂയുടെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെയാണോ 8 കിട്ടണമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോണത്. നമ്മൾ നോക്കി yes 2 4s are 8. അപ്പോൾ കറക്റ്റാണ്. അപ്പം പെർസെൻറ്റേജ് ഓഫ് 216 എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 1/6 × 216. സോൾവ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. സോ അതാണ് 16 2/3യും അതും അതിൻ്റെ മൾട്ടിപ്പിൾസ്. ഏത് വാല്യൂ അപ്പോൾ ചോദിച്ചാലും നമുക്കിത് വെച്ച് ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ. ഇപ്പോൾ 256 എന്ന് പറഞ്ഞ് നമ്മൾ അതായത് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ 30 വരെയുള്ള സ്ക്വയേഴ്സ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണത് അത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് 25 വരെ ഉള്ളതെങ്കിലും നമ്മൾ കാണാതെ പഠിച്ചിരിക്കണത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു 256 എന്ന് തന്നിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ 256 എന്ന് പറഞ്ഞാൽ 16 സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്ക്വയർ നമ്മൾ എന്തായാലും നമ്മൾ കാണാതെ പഠിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 256 ഉണ്ടെങ്കിൽ നമുക്കതെങ്ങനെ മനസ്സിലാവും? 16ൻ്റെ സ്ക്വയർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്കതിനെ ഇൻ ടേംസ് ഓഫ് 8ൽ എഴുതണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 16 സ്ക്വയർ ആണ്. 16 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 8 × 2 × 8 അല്ലേ? നമുക്ക് 2 16 ഉണ്ട്. 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 × 16 ആണ്. അപ്പോൾ നമുക്കതിനെ 2 × 8 എന്നും 2 × 8 എന്നും എഴുതാം. നമുക്ക് ഏതാണ് വേണ്ടത്? നമുക്ക് 8ൻ്റെ ടേമിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു 8നെ മാറ്റി നിർത്തുന്നു. മാറ്റി നിർത്തിയിട്ട് 2 × 2 × 8. ഓക്കെ, അപ്പോൾ ഈ 8നെ അങ്ങനെ നമ്മൾ മാറ്റി ഇത് മൂന്നും നമ്മൾ കമ്പൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ കിട്ടും? 8 × 32 എന്ന് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പം ഇത്രയും ഇരുന്ന് നിങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആലോചിക്കുക. അതായത് 16 × 16 ആണ് അല്ലേ? 16 × 16 ആണ്. നമുക്ക് എന്താണ് വേണ്ടത്? 16ൻ്റെ ഹാഫാണ് 8. യെസ്, 16ൻ്റെ ഹാഫ് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ഇപ്പോൾ ഒരു ഇക്വേഷൻ 16 × 16 എന്ന് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. × 2/2 ചെയ്താൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല അല്ലേ? അതിൽ ഒരു മാറ്റവും ഉണ്ട്. സെയിം നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈയും സെയിം നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡും ചെയ്യുമ്പോൾ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. സോ അതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മറ്റൊരു 16നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ. അതായത് ഇപ്പോൾ 16ൻ്റെ ഹാഫാണ് 8, അതുകൊണ്ടാണ് നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് 16ൻ്റെ 4 ആണ്. അതായത് നിങ്ങൾക്ക് 16 × 16 ആണ് 256 എന്നറിയാം. നമുക്ക് ഇൻ ടേംസ് ഓഫ് 4 ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 16 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 4 കിട്ടുക എന്ന് ആലോചിക്കാം. 16 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോഴാണ്. 16 ഡിവൈഡഡ് ബൈ 4 16 × 4
ഒരു 16 എന്ത് ചെയ്യുക, 16 കൊണ്ട് ഒരു 16 എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മറ്റേ 16 എന്ത് ചെയ്യുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 ഇൻറ്റു 16 ഇൻറ്റു 4 64, 16 ഇൻറ്റു 4 64 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ 4ൽ 256ൽ എത്ര 4 ഉണ്ട്, 64 4 ഉണ്ട്. അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സിംപ്ലിഫിക്കേഷനെ നമ്മൾ ഈസി ആക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് 21 ഇൻറ്റു 3 എന്ന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്, 21 ഇൻറ്റു 3 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 21 ഇൻറ്റു 3 എന്താണെന്ന് നിങ്ങൾ ആലോചിക്കും, നിങ്ങൾക്ക് കിട്ടണില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, 21 നമുക്ക് എങ്ങനെ എഴുതാം, 3 ഇൻറ്റു 7 ഇൻറ്റു 3 എന്ന് നമുക്ക് എഴുതാം. എന്നിട്ട് ഈ 3യും ഈ 3യും കമ്പൈൻ ചെയ്യുക. 9 ഇൻറ്റു 7 നമുക്കറിയാം 63. ഓക്കെ, അങ്ങനെയാണ് സിംപ്ലിഫിക്കേഷനെ, മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും നമ്മുടെ സിംപ്ലിഫിക്കേഷനെ നമ്മൾ ഈസി ആക്കണത് അങ്ങനെയാണ്. ഓക്കെ, അതാണ് 16 2/3. ഇനി നമ്മൾ നോക്കാൻ പോണ നെക്സ്റ്റ് വാല്യൂ 1/7. നമുക്ക് 1/7ഉം അതുപോലെ 1/14 അത് രണ്ടും നമുക്ക് ഒന്നിച്ച് നോക്കാം. ഓക്കെ, 14.28 ഇതിനവരെങ്ങനെയൊക്കെ ചോദിക്കും, 28.56 എന്ന് ചോദിക്കും. പിന്നെ എങ്ങനെ ചോദിക്കാം, 42.6 14 ബാക്കിയൊന്ന് 64 28 ഇത് 3 അല്ലേ, 4 3 12. ഓക്കെ, 24. ഓക്കെ, 84. ഓക്കെ, യെസ്, ഇങ്ങനെ ചോദിക്കാം. ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ വരും. പിന്നെ വേറെ അതേപോലെ 7.14 ഉണ്ട്. അപ്പോൾ ഈ 7.14 എന്ന് പറയുന്നത് എന്താണ്, 1/14 ആണ്, ഇത് 1/7 ആണ്. ഇനി എങ്ങനെയൊക്കെ ചോദിക്കും, 14 2/7, 7 1/7, പിന്നെ 21 3/7, 28 4/7, ഇങ്ങനെ സോ അങ്ങനെ പോകും. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടെണ്ണം നോക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഓരോന്ന് വീതമാണ് നോക്കിയത്. ഇതിൽ നമ്മൾ രണ്ടെണ്ണം നോക്കുന്നുണ്ട്. ഞാൻ താഴെ എഴുതാം. അതായത് 7.14. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, 1/14 ആണ്, ഇത് 1/7 ആണ്. നിങ്ങൾ നോക്കുക, 1/7ൻ്റെ ഹാഫാണ് 1/14 അല്ലേ. അതായത് 1/7 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ആക്കും അല്ലേ. അതിൻ്റെ ഇൻവേഴ്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വാല്യൂ നമുക്ക് കിട്ടും, 1/14. അപ്പോൾ 1/7ൻ്റെ ഹാഫാണ് 1/14. നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം. 14.28ൻ്റെ ഹാഫാണ് 7.14, 14ൻ്റെ ഹാഫാണ് 7, 28ൻ്റെ ഹാഫാണ് 0.14. മിക്സ്ഡ് ഫ്രാക്ഷൻ നോക്കുക, 14ൻ്റെ ഹാഫാണ് 7, 2യുടെ ഹാഫാണ് 1. ഓക്കെ, അപ്പം ഇങ്ങനത്തെ വാല്യൂസ്, ഈ 7ൻ്റെ മൾട്ടിപ്പിൾസ് ആയ വാല്യൂസാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കണമെങ്കിൽ ചില വാല്യൂസ് നമുക്ക് 1/7ഉം യൂസ് ചെയ്യാം, 1/14ഉം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില വാല്യൂസിൽ നമുക്ക് 1/7 മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ 7 1/7% ഓഫ് 49. സോ ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, നമ്മൾ 7 1/7 നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/14, 1/14 ഇൻറ്റു 49 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ 7ന് പകരം 14 2/7 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1/7 എന്ന് നമുക്ക് ചെയ്യാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം, 63 9/7% ഓഫ്
49, 343 എന്നിരിക്കട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 63 9/7% ഓഫ് 343. അപ്പോൾ 63 എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഇത് 7ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, 7ൻ്റെ മൾട്ടിപ്പിളാണ്. അതിൻ്റെ ഡിനോമിനേറ്ററിൽ 7 ആണ്. 7 × 9 ചെയ്യുമ്പോഴാണ് 63. 1 × 9 ചെയ്യുമ്പോഴാണ് നമുക്ക് 9 കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 9 × 1/7 × 49. അതാണ് ഞാൻ പറഞ്ഞ ചില വാല്യൂ. ഇവിടെ നമുക്ക് 14 എന്ന് കൊടുക്കാൻ പറ്റില്ല. 14ൻ്റെ ഹോൾ നമ്പർ പ്രോഡക്റ്റ് അല്ല നമ്മുടെ 63. അപ്പോൾ നമ്മൾ 14 എന്ന് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആവും നമുക്ക് ചെയ്യാനും. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 56 8/7 എന്നുണ്ടെന്നിരിക്കട്ടെ. 8/7% ഓഫ് 343. ഇപ്പോൾ ഈ 56 എന്ന് പറയുന്നത് 7ൻ്റെയും മൾട്ടിപ്പിളാണ്, 14ൻ്റെയും മൾട്ടിപ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 7ഉം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, 14ഉം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 14 എടുക്കുകയാണെങ്കിൽ നോക്കാം. 14 2/7 ആണ്. 2 × 4 ആണ് 8. 14 × 4 ആണോ 8 എന്ന് നമുക്ക് ചിലർക്ക് അറിയാൻ പാടില്ലായിരിക്കും. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ സംഭവമാണ്. 14 × 4. 56 എന്ന് പറയുന്നത് 8 × 7 ആണെന്ന് നമുക്കറിയാം. 8 × 7 ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 4 × 7 എന്ന് എഴുതാം. നമുക്ക് എന്താണ് വേണ്ടത്? 14 ആണ് അറിയേണ്ടത്. അപ്പോൾ ഈ 7 എടുക്കുക, ഈ 2 എടുക്കുക. 14 × 4. യെസ്, 14 × 4 ആണ് 56. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? യെസ്, അതായത് 7 × 8 ആണ് 56. അപ്പോൾ നമ്മൾ 7ൻ്റെ ഡബിൾ നമ്മൾ എടുത്തു. അതായത് 7 × 8 ആണ് 56. നമുക്ക് 14 ആണ് അറിയേണ്ടത്. 7ഉം 14ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? 7ൻ്റെ ഡബിൾ ആണ് 14. അത് നമുക്കൊക്കെ അറിയാം അല്ലേ? അത് നമുക്ക് ക്ലിയർ ആണ്. 7ൻ്റെ ഡബിൾ ആണ് 14. അപ്പോൾ 7ൻ്റെ ഡബിൾ ആക്കുമ്പോൾ 14 ആക്കുമ്പോൾ നമ്മളൊരു 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അതായത് 7 × 8. 7ൻ്റെ ഡബിളാണ് 14. അപ്പോൾ നമ്മളൊരു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതേപോലെ ഒരു 2 കൊണ്ട് നമ്മൾ ഡിവൈഡും ചെയ്യണം. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 8ൻ്റെ ഹാഫ് നമ്മൾ എടുക്കണം. ഇനി ഒരുപക്ഷെ നമ്മൾ 7ൻ്റെ 4 ടൈംസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, 7ൻ്റെ 4 ടൈംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 8ന് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ അപ്പോൾ ഇവിടെ 14 × 4 ആണ് നമ്മുടെ 56. അപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 4 × 1/7. ഇവിടെ 1/7 അല്ല, 1/14. സോറി. ഓക്കെ, 1/14 × 343. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ചിലപ്പോൾ നമുക്ക് എക്സാമിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ആവില്ല, ചിലപ്പോൾ ഡെസിമൽ പോയിൻ്റ് ആയിരിക്കും തരിക. അതെ, അപ്പോൾ 14ൻ്റെ മൾട്ടിപ്പിൾസ് ഇപ്പം 42.84% ഓഫ് ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഇപ്പോൾ 343 ഇരിക്കട്ടെ, ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 42.84 കാണുമ്പോൾ ചിലപ്പോൾ 14ൻ്റെ മൾട്ടിപ്പിളാണെന്ന് നമുക്ക് സ്ട്രൈക്ക് ആവില്ല, ചിലപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ആയില്ല എന്ന് വരും. പക്ഷേ എന്നാലും ഇത് 7ൻ്റെ മൾട്ടിപ്പിളാണ്. 7 × 6 ആണ് 42. 7 × 6 ആണ് 42. ഇനി നിങ്ങൾക്ക് 14ൻ്റെ എത്ര ടൈംസ് ആണ് 42 എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 7 × 3 നമ്മൾ എന്ത് ചെയ്യാണ്? 7ൻ്റെ കൂടെ നമ്മൾ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. 7 × 6 ആണ്. 7 × 6 ആണ് നമ്മുടെ 42. 7ൻ്റെ കൂടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 6ൻ്റെ കൂടെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14 × 3. ഓക്കെ, അപ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇത് വെച്ച് നിങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാത്ത ഒരു വാല്യൂ ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ആ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കാതെ ഇതൊന്ന് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആവും. പിന്നെ നിങ്ങൾ ആദ്യം ചിലപ്പോൾ നമുക്കൊരു പേപ്പറും ഒരു പേനയൊക്കെ നമുക്ക് വേണ്ടി വരും, നമുക്ക് സോൾവ് ചെയ്ത് നോക്കാൻ. യെസ്, പക്ഷെ എന്നാലും ഒരു 10 എണ്ണം ചെയ്യുമ്പോഴേക്കും പിന്നെ നമുക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റർ സ്പീഡിൽ നമ്മൾ ചെയ്യുന്നത്. ഹ്യൂമൻ ബീയിങ്സ് കാൽക്കുലേറ്റർ സ്പീഡിൽ ഒരു കാൽക്കുലേഷൻ ചെയ്യണത് അങ്ങനെയാണ്. നമുക്ക് എല്ലാ വാല്യൂസും നമുക്ക് ബൈ ഹാർട്ട് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല.
എല്ലാ വാല്യൂസും എല്ലാ ടേബിൾസും. അപ്പോൾ നമുക്ക് അറിയാവുന്ന ടേബിൾ വെച്ചിട്ട് നമ്മളത് കമ്പയർ ചെയ്യാം ഒരു പരിധി വരെ നമുക്ക് പറ്റണ വാല്യൂസ്. ഓക്കെ, സോ അതാണ് 1/7ഉം 1/14. ഇനി വരുന്നതാണ് 1/8. ഓക്കെ, 1/8 എന്ന് പറഞ്ഞാൽ 12.5, 25, 37.5, പിന്നെന്താണ് അങ്ങനെ. ഓക്കെ, യെസ്. ഇതിൽ 37.5 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പെർസെൻറ്റേജ് ആണ്. ചിലപ്പോൾ എക്സാമിൽ ഡയറക്റ്റായി 37.5% ഓഫ് സംതിങ് എന്ന് ചോദിക്കും. ചിലപ്പോൾ അങ്ങനെ ഡയറക്റ്റായി ചോദിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ 137.5 അല്ലെങ്കിൽ 237.5 അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പം 12.5 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? യെസ്, നമ്മൾ പഠിച്ച വാല്യൂ ആണ്, നമുക്ക് 16 എന്ന് കൊടുക്കാം. അപ്പോൾ പഠിച്ച വാല്യൂ ആണ്. സോ നമുക്കിതിനെ എങ്ങനെ ചെയ്യാം? 1/8 ഇൻറ്റു ഇവിടെ എഴുതാം അല്ലേ? 1/8 ഇൻറ്റു നമുക്ക് എന്തെഴുതാം? 16 ചെയ്യുമ്പോൾ 2 എന്ന് നമുക്കതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഇനി നമ്മളോട് 37.5 ആണ് നമ്മളോട് അവർ ചോദിച്ചത്. 37.5% ഓഫ് 16 നമ്മൾ നോക്കുക. ഇപ്പോൾ 12.5 അവിടെ 12 ഉണ്ട് അല്ലേ? 12ൻ്റെ എക്സാക്ട് മൾട്ടിപ്പിൾ അല്ല ഈ 37. യെസ്, പക്ഷേ ഇങ്ങനെ നമുക്കൊരു എക്സാക്ട് മൾട്ടിപ്പിളായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വാല്യൂസ് ആണെങ്കിൽ നമ്മൾ ആലോചിക്കുക, അതായത് ഇതുമായി നിയർ അടുത്തുള്ള ഏതെങ്കിലും വാല്യൂ നമുക്ക് അറിയാമോ എന്ന് നോക്കുക. അപ്പം 37 ഉണ്ട്. 37ൻ്റെ അടുത്ത് വരുന്ന രണ്ട് മൾട്ടിപ്പിൾസ് 35 ഉണ്ട്, പിന്നെന്താ പറയുക 36 ഉണ്ട്, പിന്നെ നമുക്ക് വേണമെങ്കിൽ 38 എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഏറ്റവും അടുത്തായി നമുക്കുള്ളത് ഏതാണ്? 36 ആണ്. അപ്പോൾ 36 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? ഒന്ന് 6ൻ്റെ മൾട്ടിപ്പിളാണ്. ഒന്ന് എന്താണ്? ഒന്ന് 6ൻ്റെ മൾട്ടിപ്പിളാണ്. പിന്നെ വരുന്നത് 12ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നമുക്ക് ഐദർ 6 വെച്ച് നമ്മൾ പഠിച്ച വാല്യൂസ്, 6 വെച്ച് നമ്മൾ രണ്ട് വാല്യൂസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് 6.66 അതായത് 1/15. പിന്നെ നമ്മൾ പഠിച്ച വേറൊരു വാല്യൂ 6.25 അതായത് 1/16. അങ്ങനെ രണ്ട് വാല്യൂസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് വാല്യൂസുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് 12.5 ആണ്. അപ്പോൾ നമ്മൾ 12 വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണ്. 12 × 3 ആണ് 36 എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ നോക്കുകയാണ് 12 × 3 36 ആണ്. ഇനി അവിടെ ബാക്കി എന്താ ഉള്ള ഒരു 0.5 ഉണ്ട്. 0.5 × 3 എന്താണ്? അത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. അര അതായത് 0.5 × 3 എന്ന് പറഞ്ഞാൽ ഹാഫിനെ 3 പ്രാവശ്യം, ഹാഫിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ മീനിങ് എന്താ? ഹാഫിനെ 3 പ്രാവശ്യം ആഡ് ചെയ്യാമെന്നാണ്. 1/2 1/2 1/2. ഹാഫിനെ അര 1, ആ ഒന്നിൻ്റെ കൂടെ അര കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1.5 കിട്ടും. അപ്പോൾ 36ൻ്റെ കൂടെ 1 കൂട്ടുമ്പം 37, ബാക്കി ഒരു അരയുണ്ട്, അതാണ് ഈ 0.5. എല്ലാം നമ്മൾ എഴുതി ചെയ്യാൻ നിൽക്കരുത് മാക്സിമം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക, നമ്മൾ എക്യൂപ്പ് ചെയ്യുക അങ്ങനെ. അപ്പോൾ നമുക്ക് എക്സാം ഹാളിൽ പോയാലും നമുക്ക് ചെയ്യാൻ പറ്റും കോൺഫിഡൻ്റ് ആയിട്ട്. ഇല്ലെങ്കിൽ എക്സാം ഹാളിൽ പോയി നമ്മൾ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഡൗട്ടാവും, ഇത് ശരിയാണോ, ഇത് ശരിയാവോ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഡെയിലി ആയി നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിന് എക്യൂപ്ഡ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ വരും? ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? 3 × 1/8 ഓഫ് 16 എന്ന് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 3/8 × 16 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിന് 12ൻ്റെ രീതിയിൽ മാത്രമല്ല, നമുക്ക് 6.25 വെച്ചും നമുക്കിതിനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 12.5ൻ്റെ ഹാഫാണ് എന്ത്? 6.25. അപ്പോൾ 6.25ൻ്റെ കാര്യം വരുമ്പം ഇവിടെ എന്താവും? 6 ആവും. 6 × 6.25 ആവും. ഓക്കെ, 6 × 6.25 ചെയ്യും. കാരണം ഒന്നിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റേതിൻ്റെ ഡബിൾ എടുക്കും. അതായത് നേരത്തെ നമ്മൾ നോക്കി ഒന്നിൻ്റെ ഡബിൾ എടുത്തപ്പോൾ നമ്മൾ മറ്റേതിൻ്റെ ഹാഫ് എടുത്തു. അതായത് ഇപ്പം 7 × 8 ആയിരുന്നു, നമ്മൾ 7 എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമ്മുടെ കേസ് എന്താണ്? നമുക്ക് 12.5 കിട്ടി. ഓക്കെ,
12.5 ഇൻറ്റു 3 ആണ് നമ്മുടെ 37.5. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 6.25ൻ്റെ എത്ര പ്രാവശ്യമാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 6 ഇൻറ്റു 6.25 എന്ന് കിട്ടും. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 1/16 എന്ന് കിട്ടും. ഇനി നമ്മൾ വെട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ കിട്ടിയ പോലെ 3/8 എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 37.5 എന്നുള്ള വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കുക, വളരെ കോമൺ ആയി ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പം അത് 3/8 ആണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 12.5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഓർത്തിരുന്നാൽ നമുക്ക് എക്സാമിൽ എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് 1/8. ഇനി 25 കണ്ടാലും ഏത് 25 ആയാലും 50 ആയാലും 75 ആയാലും നമുക്ക് 12.5ൻ്റെ ടേംസിൽ നമുക്കതിനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ തന്നെ വേറെ 1-2 വാല്യൂസ് നമുക്ക് നോക്കാം. ഒന്ന് 62.5 ആണ്. ഓക്കെ, പിന്നെ 12 ഇൻറ്റു 5. ഓക്കെ, 25. ഓക്കെ, അതേപോലെ 87.5. 37.5 പറഞ്ഞ പോലെ ഇത് രണ്ടും കോമൺ ആയി, വളരെ കോമൺ ആയി ചോദിക്കണ വേറെ 2 വാല്യൂസാണ്. ഇത് രണ്ടും നമുക്ക് 12.5ൻ്റെ മൾട്ടിപ്പിൾസ് ആയി നമുക്കിതിനെ എഴുതാൻ പറ്റും. അതായത് 62.5. അപ്പോൾ നമ്മൾ ആലോചിക്കുവാണ് അല്ലേ, 62.5 എന്ന് പറയുന്നത്, അതായത് 62 എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ നമ്മൾ പഠിച്ചിട്ടില്ല. ഐ മീൻ 26 അല്ല, എന്താ പറയുക, അതായത് ഇപ്പം 62 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഞാൻ പറഞ്ഞ അതല്ല, നമ്മൾ പഠിച്ച വാല്യൂസിൽ 62 എന്ന് പറയുന്ന ഒരു വാല്യൂ വന്ന പോലെ നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ നെക്സ്റ്റ് നമ്മൾ ആലോചിക്കുന്നത് എന്താണ്, നമുക്കറിയാവുന്ന നിയർ മൾട്ടിപ്പിൾ ഏതെങ്കിലും ഉണ്ടോ എന്നാണ്. അപ്പോൾ നമ്മൾ 62.5 നോക്കുമ്പോൾ ഉണ്ട്. ഒന്ന് 60 ആണ്, ഒന്ന് 64 ആണ് അല്ലേ. നിയർ മൾട്ടിപ്പിൾ 60 ആണ്, പിന്നെ വരുന്നത് 64 ആണ്. അപ്പോൾ നമുക്ക് ആ 60 വെച്ചും നമുക്ക് ചെയ്ത് നോക്കാം, 64 വെച്ചും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ 62.5 ആണ് നമ്മൾ ആലോചിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഒരു നിയർ മൾട്ടിപ്പിൾ 60 ആണ്. ഓക്കെ, നമ്മൾ ഗസ്സാണ് കേട്ടോ, നമ്മൾ എക്സാക്റ്റായി ഓക്കെ ഇത് 12, നമുക്കൊരു വാല്യൂ കണ്ട പാടെ ഓക്കെ ഇത് 12ൻ്റെ തന്നെ ആയിരിക്കും നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ഗസ്സാണ്. അതെങ്ങനെയാണ് നമ്മൾ ഗസ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നിയറസ്റ്റ് ആയ ഒരു മൾട്ടിപ്പിൾ വാല്യൂ നമ്മൾ ആലോചിക്കും. ഓക്കെ, ഇന്നതാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 60 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 5 ആണ് നമ്മുടെ 60 അല്ലേ. 6 ഇൻറ്റു 10 ആണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 12 ഇൻറ്റു 5 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 12 ഇൻറ്റു 5. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? 12.5നെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 ഇൻറ്റു 5 ആണ് 60. അപ്പോൾ 12.5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? അപ്പോൾ 12.5 ആണ്, നമുക്കതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 12 ഇൻറ്റു 5 നമുക്ക് 60 ആണെന്നറിയാം. ഇത് നമ്മൾ 0.5 ആണ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ ചെയ്തില്ലേ, അര എന്നിങ്ങനെ കൂട്ടി, അതേപോലെ കൂട്ടിയാൽ മതി. അര 1, 1.5, 2, 2.5. അപ്പോൾ 60യുടെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? 2.5 ആഡ് ചെയ്യും. നമുക്ക് കിട്ടണ ആൻസർ 62.5 ആണ്. ഓക്കെ, ഇനി 64 നിങ്ങൾ 64 വെച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ 64 നമ്മൾ ചെയ്യുമ്പോൾ 16 ഇൻറ്റു 4 ആണ്. ഓക്കെ, നമ്മൾ 16 വെച്ച് ഏതെങ്കിലും വാല്യൂ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. 16 വെച്ച് നമ്മൾ ഏതെങ്കിലും വാല്യൂ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച വാല്യൂ 16.66 ആണ് അല്ലേ. 16.66 ആണ് നമ്മൾ പഠിച്ച വാല്യൂ. അപ്പോൾ 16.66 ഇൻറ്റു 4 ചെയ്താൽ അത് 64ഉം കടന്നു പോകും അല്ലേ. 16 ഇൻറ്റു 4 എന്ന് പറയുന്നത് 64 ആണ്. ഇത് 16.66 ആകുമ്പോൾ എന്താവും? 64ഉം കടന്നു പോകും. പക്ഷെ നമ്മുടെ വാല്യൂ എന്താണ്? 62 ആണ്. അപ്പം മൾട്ടിപ്ലൈ ചെയ്യാൻ പോണതിന് മുമ്പ് ഇപ്പം നിങ്ങൾ, അതായത് 12 ആണോ വലുത് 12.5 ആണോ വലുത്?
ഒബ്വിയസ്ലി 12.5 ആണ് വലുത്. അപ്പം നമ്മൾ ഗസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ, അതിൻ്റെ നിയറസ്റ്റ് മൾട്ടിപ്പിൾ അതിനേക്കാളും കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 11.5 ആണ് ചോദിച്ചിട്ടുള്ളതെന്ന് ഇരിക്കട്ടെ, 11.5 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 11.5 ബേസ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കണമെങ്കിൽ നിങ്ങൾ അതിന് നിയറസ്റ്റ് മൾട്ടിപ്പിൾ ആലോചിക്കുമ്പം 60 ആലോചിച്ചു. അപ്പോൾ 12 ഇൻറ്റു 5 ആണ് 60. അപ്പോൾ 11.5 ആണോ വലുത്, 12 ആണോ വലുത്? അപ്പോൾ എന്താണ് 12 ആണ് നമ്മുടെ വലുത്. അപ്പോൾ നമ്മുടെ മൾട്ടിപ്പിൾ 16നേക്കാളും ചെറുതായിരിക്കും. അങ്ങനെ ഇനി അതേപോലെയാണ് ഇതും. അപ്പോൾ 16.66 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ 64നേക്കാളും നമുക്ക് വലുതാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടേണ്ട എന്താണ് 62.5 ആണ്. അപ്പോൾ നമ്മൾ ഏത് മൾട്ടിപ്പിൾ എടുക്കും? 60 എന്ന് പറയുന്ന മൾട്ടിപ്പിൾ നമ്മൾ എടുക്കും. അങ്ങനെയാണ് നമ്മൾ ഏത് മൾട്ടിപ്പിളാണ് ഗസ്സാണ് നമ്മൾ ആദ്യം ഗസ് ചെയ്യണതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ട പാടെ ഇന്നതിൻ്റെ മൾട്ടിപ്പിളാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അറിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അത് കൊടുക്കാം. അപ്പോൾ അത് അറിയാൻ പാടില്ലാത്ത കേസസിൽ നമ്മൾ ഗസ് ചെയ്യാണ്. ഗസ് ചെയ്ത് നമ്മൾ ചെയ്ത് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ 5/8 ആണ് 62.5. ഓർത്ത് വെച്ചാൽ നല്ലത്. എക്സാമിൽ വളരെ കോമൺ ആയി ചോദിക്കുന്നതാണ് 3/8, 5/8, 7/8 ഒക്കെ. ഓക്കെ, ഇനി 87.5. ഇതും നമ്മൾ ആലോചിക്കുമ്പം നമുക്കറിയാം 87 നമ്മൾ പഠിച്ചതിൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് അതിൻ്റെ നിയർ മൾട്ടിപ്പിൾ. 88 ഉണ്ട്, 86 ഒരു മൾട്ടിപ്പിളാണ്. പിന്നെ നമ്മൾ പറയുമ്പോൾ 85 ഒരു മൾട്ടിപ്പിളാണ്. 17 ഇൻറ്റു 5 ആണ് 85. പക്ഷെ നമ്മൾ പഠിച്ച ഫ്രാക്ഷനിൽ 17 ഇല്ല. ഓക്കെ, നമ്മൾ പഠിച്ച ഫ്രാക്ഷനിൽ 17 ഇല്ല. പിന്നെ നമ്മൾ പിന്നെ നമ്മൾക്കറിയാവുന്ന ഒരു മൾട്ടിപ്പിളാണ് 84. അപ്പോൾ 84 നമ്മൾ എടുക്കുവാണ്. 84 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 7 ആണ് 84. അപ്പോൾ 12 വെച്ച് നമ്മളൊരു വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 12.5. അപ്പോൾ 12 ഇൻറ്റു 7 ആണ് 84. അപ്പോൾ നമ്മൾ 12.5 ഇൻറ്റു 7 നമ്മൾ ചെയ്ത് നോക്കും. അപ്പോൾ 84 പ്ലസ് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 3.5 എന്ന് കിട്ടും. 3.5 ആഡ് ചെയ്ത് നോക്കാം. 1 1 1.5 2 2.5 3 3.5. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ 3.5 കിട്ടിയത്. 84ൻ്റെ കൂടെ 3.5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 84ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പം 87. അതിൻ്റെ കൂടെ ഒരു അരയും കൂടെ കൊടുത്താൽ 87. സോ അപ്പോൾ നമുക്ക് തന്ന വാല്യൂ കിട്ടി. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാൻ പറ്റും? 7/8 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പെർസെൻറ്റേജ് തന്നാൽ കേട്ടോ, പെർസെൻറ്റേജ് തരുമ്പോഴാണ്. പെർസെൻറ്റേജ് തന്നിട്ടില്ലെങ്കിൽ നമുക്കങ്ങനെ എഴുതാൻ പറ്റില്ല. പെർസെൻറ്റേജ് തരുമ്പോഴാണ് ഈ വാല്യൂ നമുക്ക് കിട്ടണം. അപ്പം നമുക്കതിനെങ്ങനെ എഴുതാം? 7/8 എന്ന് നമുക്കതിനെ എഴുതാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് കണ്ട പാടെ ഇന്നതിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലാവണില്ലെങ്കിൽ നമ്മൾ ഗസ് ചെയ്യുന്നത്. സോ അതാണ് 1/8. ഇതും 87ഉം വളരെ കോമൺ ആയി കുറേ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ നോക്കിയത് 1/8 ആണ്. ഇനി നമ്മൾ നോക്കാൻ പോണത് 1/9 ആണ്. വളരെ ഈസിയാണ്. 22 അല്ലെങ്കിൽ 33 അങ്ങനെ. അപ്പം ഇത് 1/9 ആണ്. ഇതിൻ്റെ മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെ വരും? 11 1/9, 22 2/9, 33 3/9, 44 4/9 അങ്ങനെ പോകും. സോ 11ൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും. നോക്കുക, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ 11.11 തന്നിട്ടുണ്ട്. 11.11% ഓഫ് 18 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/9 ഇൻറ്റു 18 എന്ന് എഴുതാം. ഇവിടെ 11.11 പകരം 44.44 എന്നാണെങ്കിൽ നമുക്കറിയാം അല്ലേ, ഇതും 11 ഇൻറ്റു 4 ആണ്, ഇതും 11 ഇൻറ്റു 4 ആണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 1/9 ഇൻറ്റു 18 എന്ന് നമുക്ക് എഴുതാം. സോ അങ്ങനെ. അപ്പോൾ 11ഉം 11ൻ്റെ മൾട്ടിപ്പിൾസുമായി നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ 11ൻ്റെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1/9 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ
1/11 കൂടെ നോക്കാം. ഓക്കെ, 1/11 കാര്യം പറയുമ്പോൾ രണ്ടും 9 മൾട്ടിപ്പിൾസ് ആണ്. അതായത് 9.09%, അല്ലെങ്കിൽ 18.18%, 27.27%, 36.36%, അങ്ങനെ 72.72. ഇതിങ്ങനെ വരും. അതായത് രണ്ടും 9 മൾട്ടിപ്പിൾസ് ആണ്. 2 ഡിജിറ്റ് നമ്പറാണ്. അതായത് രണ്ടും 2 ഡിജിറ്റ്സ് ആണ്. അപ്പുറത്തും ഇപ്പുറത്തും 9 മൾട്ടിപ്പിൾ ആണെങ്കിൽ ഉറപ്പിച്ചോളുക അത് 1/11 മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ 9 എത്രാമത്തെ മൾട്ടിപ്പിളാണ്? ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ 36.36 എന്നാണ് തന്നിരിക്കുന്നത്. 36.36% ഓഫ് 22 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? രണ്ടും നമ്മൾ 36 9 മൾട്ടിപ്പിളാണ്, 36ഉം 9 മൾട്ടിപ്പിളാണ്. അപ്പോൾ നമുക്കറിയാം അത് 1/11 മൾട്ടിപ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ 1/11 നമ്മൾ അതിൻ്റെ എത്രാമത്തെ മൾട്ടിപ്പിളാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 9 ഇൻറ്റു ഏത് വാല്യൂ ചെയ്യുമ്പോഴാണ്? ഇവിടുത്തെ നമ്മുടെ ഇതിൻ്റെ ബേസ് പെർസെൻറ്റേജ് നോക്കുക, 9.09% ആണ്. അപ്പോൾ 9ൻ്റെ കൂടെ ഏത് വാല്യൂ ചെയ്യുമ്പോഴാണ് 36 കിട്ടുന്നത്? 4 ആണ്. സോ അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്, 4 ഇൻറ്റു 22. ഇതിൻ്റെ മിക്സ്ഡ് ഫ്രാക്ഷൻ വാല്യൂ വരുമ്പോൾ എങ്ങനെ വരും? 36 4/9% എന്ന് വരും. 36 4/9%, അല്ലെങ്കിൽ 72 8/9%. അങ്ങനെ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനത്തെ 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ 1/11 എന്ന് പറയുന്ന ആ ഫ്രാക്ഷൻ വാല്യൂ വെച്ച് നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതാണ് 1/9ഉം 1/11ഉം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഈ 72.72 അതെപ്പോഴും നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. അതായത് 72.72% ഓഫ് ഒരു 121 എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ഇത് കാണുമ്പോൾ കുറേ പേര് എൻ്റെ അമ്മോ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ വീഡിയോസ് റെഗുലറായി കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ നിസ്സാരമാണ് അല്ലേ? യെസ്, രണ്ടും 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. രണ്ടും 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. രണ്ടും 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്തുറപ്പിക്കാം? യെസ്, 1/11 മൾട്ടിപ്പിൾ ആണ്. ഇത് 9ൻ്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ്? 9 8s are 72. അപ്പം 8 ഇൻറ്റു 121 നമുക്ക് എന്ത് കിട്ടി? 88. യെസ്, നമ്മൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമ്മളത് സോൾവ് ചെയ്തു. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇതാണ് 1/9ഉം 1/11ഉം. ഇനി എന്താണ്? ഇനി നമ്മൾ നോക്കാൻ പോണത് 1/12 ആണ്. നമ്മുടെ 1/12ൻ്റെ വാല്യൂ എന്താണ്? 8.33, 16.66, അങ്ങനെ വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ 24.99 അങ്ങനെ വരും. ഇതിൻ്റെ മിക്സ്ഡ് ഫ്രാക്ഷൻ 8 1/3, 16 2/3, 24 3/3, 8 into 4 32, 4/3, അങ്ങനെ അതങ്ങനെ അതിൻ്റെ മിക്സ്ഡ് ഫ്രാക്ഷൻ വാല്യൂസ് അങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നേക്കണ വാല്യൂ 8ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 8ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ നിയറർ വാല്യൂ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് ഏത് വാല്യൂ യൂസ് ചെയ്യാം? 8 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ യൂസ് ചെയ്ത് നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത്, അതായത് എക്സാക്റ്റ് മൾട്ടിപ്പിൾ ആണെങ്കിൽ പിന്നെ നോ ടെൻഷൻ. അപ്പം നിങ്ങൾ അതായത് 8.33യുടെ എക്സാക്റ്റ് മൾട്ടിപ്പിൾ ആണ് നോക്കുക. 8 ഇൻറ്റു 3 ആണ് 24, 33 ഇൻറ്റു 3 ആണ് 99. അപ്പോൾ ഇത് എക്സാക്റ്റായ മൾട്ടിപ്പിളാണ്, മനസ്സിലായില്ലേ? അങ്ങനെ എക്സാക്റ്റായ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് നോ ടെൻഷൻ. അങ്ങനെ എക്സാക്റ്റായ മൾട്ടിപ്പിൾ അല്ല എന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ, ഇപ്പം 32 4/3 എന്നതിന് പകരം 33 അങ്ങനെ ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുമല്ലോ, നിയററായ വാല്യൂ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, നിയററായ വാല്യൂ നമ്മൾ ആലോചിക്കുമ്പം 8ൻ്റെ മൾട്ടിപ്പിളുമായി നിയററാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് 8 വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 32 4/3 ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു 33 4/3% ഓഫ് 144 എന്ന് കണ്ടു. അപ്പോൾ 32 എന്ന് കാണുമ്പോൾ നമുക്കറിയാം അത് 16ൻ്റെ മൾട്ടിപ്പിളാണ്, അത് 8ൻ്റെ മൾട്ടിപ്പിളാണ്. ഇത് നമുക്ക് 16 2/3 വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ 8 വെച്ചൊന്ന് ചെയ്ത് നോക്കാം. അതായത് 8 ഇൻറ്റു 4 ആണ് 32. ഈ ന്യൂമറേറ്റർ വാല്യൂ 1 ഇൻറ്റു 4 ആണ് അല്ലേ? അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു 1/12 ഇൻറ്റു
144 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മുടെ 1/12. കൂടുതൽ എക്സാമ്പിൾസ്, കുറേ എക്സാമ്പിൾസ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക സെൽഫായിട്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ നമുക്കൊരു മാക്സിമം ഒരു 50 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 1 hour അല്ലേ നമുക്കൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സെഷൻ നമുക്ക് അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പം എനിക്ക് ലിമിറ്റ്സ് ഉണ്ട്. ഒരു 2-3 എക്സാമ്പിൾസേ എനിക്ക് ഓരോന്നിലും ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് ട്രൈ ഔട്ട്. പിന്നെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ എല്ലാ വാല്യൂവിനും നമ്മൾ പഠിക്കണ എല്ലാ വാല്യൂവിനെയും ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. ഈ ഒരു ഏരിയ, ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു സെക്ഷനിൽ തന്നെ നമ്മൾ ഒരു ഏകദേശം 10-30 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 1/12 കഴിഞ്ഞു. ഈ 1/13, 1/17, 1/13, 1/17, 1/18, 1/19. സോ ഈ 4 വാല്യൂസും നമ്മളങ്ങനെ അധികം നമ്മൾ ചോദിച്ച് കാണാറില്ല. പക്ഷെ എന്നാൽ തീരെ ചോദിക്കാറില്ല എന്നല്ല, ചോദിക്കാറുണ്ട്. പക്ഷെ വളരെ റെയറായി നമ്മൾ ചോദിച്ച് കാണുന്നതാണ് ഈ 4 വാല്യൂസ്. എന്നാലും ചോദിക്കാറുണ്ട്. ബാക്കി വാല്യൂസ് ചോദിക്കണം അത്രയും കോമൺ ആയി നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മൊത്തം നമ്മൾ 100 പ്രോബ്ലം ചെയ്താൽ ഈ 4 വാല്യൂസിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഒരു 10-20 പ്രോബ്ലംസ് ഉണ്ടാവും. ബാക്കി 80 ബാക്കി പെർസെൻറ്റേജ് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ 13ൻ്റെ വാല്യൂ എന്ന് പറയുമ്പം 7 9/13 ആണ് അല്ലേ? 7 9/13 ആണ്. അതായത് നമുക്കറിയാം 7 9/13 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് 2 വാല്യൂ ഉണ്ട്. 7 1/7, 14 2/7, ഇങ്ങനെ നമുക്ക് 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 7ൻ്റെ മൾട്ടിപ്പിൾ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഇവിടെ 63 9/13 എന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 63 9/7 എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഏത് വാല്യൂ എടുക്കണം? ഈ വാല്യൂ എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഡിനോമിനേറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരേപോലത്തെ വാല്യൂസ്, അതായത് അതിൻ്റെ ഹോൾ വാല്യൂ ഒരേപോലത്തെ വാല്യൂസ് ആണ് വന്നതെങ്കിൽ അല്ലേ? ഇപ്പോൾ നമ്മുടെ 14 നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഒരേപോലത്തെ വാല്യൂസാണ്. അപ്പോൾ നിങ്ങളുടെ ഡിനോമിനേറ്റർ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. ബേസ് 7, ഡിനോമിനേറ്റർ 7 ആണെങ്കിൽ ഇത് രണ്ടിൻ്റെയും കൂടെ കമ്പയർ ചെയ്യുക. ബേസ് 13 ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഈ വാല്യൂടെ കൂടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, 7 9/13. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 63 7 × 9 81/13. ഓക്കെ, ഇവിടെ നിങ്ങൾ 7 1/7 ആണ് നിങ്ങൾ എടുക്കണതെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടില്ല. ബേസ് 13 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ അതേപോലെ 1/17, 1/18, 1/19 അതിൻ്റേതായ കറസ്പോണ്ടിങ് മൾട്ടിപ്പിൾസ്. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കുക. നമ്മൾ എന്താ പറയുക, വളരെ കുറവായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. സോ ഞാനതിവിടെ ഡിസ്കസ് ചെയ്യണില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം, നിങ്ങൾക്കത് നിർബന്ധമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു 4 വാല്യൂസ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് അധികം ചോദിക്കാത്തതുകൊണ്ടാണ് ഞാനതിപ്പോൾ ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കി 1/12 നമ്മൾ നോക്കി, 1/13, 14 നമ്മൾ നോക്കി. നമ്മളിനി നോക്കുന്നത് 1/15, 6 2/3 അല്ലേ? 6.66. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ചോദിക്കുന്നത്. അതായത് 12 4/3 അല്ലെങ്കിൽ 18 3/3. 18 3/3 എന്ന് പറയുമ്പോൾ അത് 19 ആയി. അതായത് 19 ആയി. ഇപ്പോൾ 19% ഓഫ് ഏതെങ്കിലും ഒരു വാല്യൂ, ഇപ്പം 36 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 19 നമ്മൾ പഠിച്ച ഒരു വാല്യൂ കൂടെ. ഇപ്പം 1/19ൻ്റെ വാല്യൂ പോലും 19 അല്ല, അത് 5/19 ആണ് അല്ലേ? യെസ്, 5.26 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 19% എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച ഒരു വാല്യൂ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ കമ്പയർ ചെയ്യും. അപ്പോൾ നിയർ മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കുക. 20യുടെ അടുത്താണ് 90. അപ്പോൾ ആ 20 വരുന്ന പോലെ അങ്ങനത്തെ വാല്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് പിന്നെ വേറെ എന്ത് നോക്കാം? 18 ഒരു മൾട്ടിപ്പിളാണ്, നിയറസ്റ്റ് മൾട്ടിപ്പിളാണ്.
അപ്പോൾ നമ്മൾ ആലോചിക്കുവാണ്, ഓക്കെ, നമ്മൾ 18 എന്ന് പറയുമ്പം 6 × 3 ആണ്. അപ്പോൾ ഇവിടെ ഇത് ശരിയാവില്ല, സോറി, 2 ആണ്. അപ്പോൾ ഇവിടെ 18 6/3 ആണ്. ഐ എം സോറി. അപ്പോൾ നമുക്കത് 20 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ 24 8/3. സോ ഇങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം. നേരത്തെ പറഞ്ഞത് മാച്ച് കളഞ്ഞേരെ, ബിക്കോസ് അത് തെറ്റിപ്പോയി, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ തെറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 15ൻ്റെ മൾട്ടിപ്പിൾസാണ്, 15 അല്ല 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് ചോദിക്കണതെങ്കിൽ നമുക്ക് ഏത് വാല്യൂ യൂസ് ചെയ്യാം? 1/15 യൂസ് ചെയ്യാം. 12 4/3% ഓഫ് എന്തെങ്കിലും ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 2 × 1/15 × തന്നിരിക്കുന്ന ആ വാല്യൂ. ഓക്കെ, അങ്ങനെയാണ് 1/15. ഇനി നമുക്ക് നോക്കാനുള്ള വാല്യൂ 1/10 1/20. 1/10 എന്ന് പറയുമ്പോൾ 10%, 20 30 40 അങ്ങനെ പോവും അല്ലേ? യെസ്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 210% വേണ്ട, 40% ഓഫ് 400 എന്നാണ് തന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് 1/10 വെച്ചും ചെയ്യാം, 1/20 വെച്ചും നമുക്ക് 1/20 അല്ല 10% വെച്ചും നമുക്ക് ചെയ്യാം, 20% വെച്ചും നമുക്കിത് ചെയ്യാം. 10% വരുമ്പോൾ എന്ത് വരും? 4 × 10% × 400. ഇത് നമുക്ക് 1/10 എന്ന് ചെയ്യാം. 1/10 × 400 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മൾ 20% വെച്ചാണെങ്കിൽ 2 × അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. 2 × 1/5 × 400 സോൾവ് ചെയ്താൽ രണ്ടിലും കിട്ടുന്ന ആൻസർ നമുക്ക് സെയിം ആയിരിക്കും. 10ൻ്റെ ഡബിളാണ് 20. ഇപ്പോൾ 30 എന്നൊരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് 20 വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏത് വാല്യൂ എടുക്കും? 10% × 3 എന്നാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കാണുക, ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഏതാണ് നമുക്ക് ഈസി, ഏതാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണേ നോക്കിയിട്ട് അതങ്ങോട്ട് നോക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൾട്ടിപ്പിൾസ്, നമ്മൾ പഠിച്ച ഫ്രാക്ഷൻ പെർസെൻറ്റേജ് വാല്യൂസിൻ്റെ മൾട്ടിപ്പിൾസ്. ഇനി ഇപ്പോൾ നമ്മൾ കുറേത്തിൻ്റെയൊക്കെ നമ്മൾ മൾട്ടിപ്പിൾസായിട്ട് നമ്മൾ ചെയ്യും. ചില പ്രോബ്ലംസ് നമ്മൾ ചിലപ്പോൾ മൾട്ടിപ്പിൾസായി അപ്ലൈ ചെയ്യാനാവില്ല, നമുക്കൊരു സമ്മേഷൻ കൊടുക്കാനായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ 187.5% ഓഫ് 1 2 3 4 5 ഓക്കെ, ഒരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 187.5 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ 100 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്. നമുക്ക് 87.5ഉം നമുക്കറിയാം. ഇത് രണ്ടും കൂടെ കൂടി വരുന്നത് നമ്മൾ പഠിച്ച ഏതെങ്കിലും വാല്യൂയുടെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി അറിയാൻ പാടില്ല. ഇതൊരു വലിയ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വാല്യൂ, ഒരു വലിയ വാല്യൂ ഒക്കെ നമുക്ക് കിട്ടിയാൽ നമ്മൾ ചെയ്യാം? നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക, അതിന് നമുക്ക് സമ്മേഷനായി എഴുതാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം നോക്കും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 100 + 87.5 എന്ന് നമുക്ക് എഴുതാം. പെർസെൻറ്റേജ് ഓഫ് 1 2 3 4 5. ഈ പെർസെൻറ്റേജ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുവാണ്. 100% + 87.5% ഓഫ് സോ ആൻഡ് സോ. 100% എന്ന് പറയുമ്പോൾ എന്താണ്? അതേ ആ നമ്പർ നമ്മൾ അങ്ങനെ തന്നെ എഴുതുവാണ്. 87.5 നമ്മളിപ്പോൾ പഠിച്ചല്ലേ ഉള്ളൂ അല്ലേ? 7/8 × 1 2 3 4 5 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ ഇത് നമ്മൾക്ക് എപ്പോഴും മൾട്ടിപ്പിൾസ് മാത്രമേ അപ്ലൈ ചെയ്യാനുണ്ടാവുള്ളൂ എന്നില്ല. ചില സമയത്ത് നമുക്ക് സമ്മേഷനും നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവും. നമ്മൾ മൾട്ടിപ്പിൾസായി ചെയ്യണ ചിലതൊക്കെ നമുക്ക് സമ്മേഷൻ വെച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ കാണും. സമ്മേഷൻ എന്ന് പറയുമ്പം അഡീഷൻ മാത്രമല്ല, നമുക്കവിടെ സബ്ട്രാക്ഷനും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ വേറൊരു വാല്യൂ നമുക്കവിടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ 43.75% ഓഫ് 43.7% ഓഫ് എന്താ പറയുക 2888 ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 43.75 നമ്മൾ ആലോചിക്കുകയാണ് നമ്മൾ പഠിച്ച പെർസെൻറ്റേജ് വാല്യൂ ആണോ അല്ല. പിന്നെ നമ്മൾ ആലോചിക്കുകയാണ് മൾട്ടിപ്പിൾസ് ആണോ. യെസ്, ഇതൊരു മൾട്ടിപ്പിൾ ആണ്. അതായത് 6.25 അല്ലേ? നമുക്ക് 43 എന്ന് പറയണത്
എക്സാക്റ്റായ ഒരു മൾട്ടിപ്പിൾ അല്ല, പക്ഷേ അതിൻ്റെ ഒരു നിയറർ മൾട്ടിപ്പിൾ ഉണ്ട് നമുക്ക് 42. 6.25 ഇൻറ്റു 7 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 43.75. ഇതെങ്ങനെയാണ് വന്നത്? 6 ഇൻറ്റു 7 എന്താണ്? 42. അത് നമുക്കറിയാം. 25 ഇൻറ്റു 7 0.25 എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാണ്, കാൽ അല്ലേ? 1/4 കാലിനാണ് നമ്മൾ എന്ത് പറയുക? 0.25. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം നമ്മൾ കാല് ചെയ്യുക. കാലും കാലും അരയും കാലും മുക്കാൽ, മുക്കാലും കാലും 1, 1 കാല്, 1.5, 1.25 അല്ലേ? 1.25 എന്ന് പറഞ്ഞാൽ എന്താണ്? 1.75 ആണ് നമ്മുടെ 1.25 അല്ലേ? യെസ്. അപ്പം നമുക്കതിനെ എങ്ങനെ എഴുതാം? 43.75. അപ്പോൾ 6.25 ഇൻറ്റു 7 ആണ്. 6.25 എന്ന് പറഞ്ഞാൽ 1/16 ആണ്. 1/16 ഇൻറ്റു 7 ആണ് നമ്മുടെ 43.75. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ മൾട്ടിപ്പിളായി നമുക്ക് ചെയ്യാം. മൾട്ടിപ്പിളായി മാത്രമല്ല, നമുക്കിതിനെ സമ്മേഷനായും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, സമ്മേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ അഡീഷൻ മാത്രമല്ല, നമുക്ക് സബ്ട്രാക്ഷനും യൂസ് ചെയ്യാം. നിങ്ങൾ നോക്കുക, 43.75ൻ്റെ അടുത്ത് നമ്മൾ പഠിച്ച ഒരു പെർസെൻറ്റേജ് വാല്യൂ ഉണ്ട്. ഏതാണ്? 50% ഉണ്ട് അല്ലേ? യെസ്, 50% ഉണ്ട്. 50% നമ്മൾ 6.25 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഏത് വാല്യൂ കിട്ടുക? 43.75 കിട്ടുക. നോക്കുക, 50ൽ നിന്ന് 6 പോയാൽ നമുക്ക് ഏതാണ് കിട്ടുന്നത്? 44 നമുക്ക് കിട്ടുന്നത് അല്ലേ? 44. 50ൽ നിന്ന് 6 പോയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 44. അതിൽ നിന്ന് എന്താണ് പോകേണ്ടത്? 0.25 ആണ് പോകേണ്ടത്. 0.25 പോകുമ്പോൾ എന്ത് കിട്ടും? 0.75 കിട്ടും അല്ലേ? 0.75 കിട്ടും. അപ്പം മുകളിൽ അപ്പുറത്ത് എന്താവും? 1 കുറയും. അപ്പം 44ൻ്റെ സ്ഥാനത്ത് 43.75 എന്നായി. അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഈ 50 എന്ന് പറയുമ്പോൾ എന്താണ്? 1/2 ആണ്. ഇതെന്താണ്? 1/16 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആക്കാം. ഫ്രാക്ഷൻ്റെ സോൾവിങ് ഞാനത് വേറൊരു സെക്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എന്നാലും ഇവിടെ ഇപ്പം വന്നതുകൊണ്ട് നമുക്ക് നോക്കാം. ഫ്രാക്ഷൻ്റെ സോൾവിങ്ങിൽ ഡിനോമിനേറ്റർ നമുക്ക് കോമൺ ആക്കാൻ പറ്റുന്നത് എളുപ്പമാണെങ്കിൽ അത് ചെയ്യാം. ഡിനോമിനേറ്റർ കോമൺ ആക്കാൻ പറ്റുന്നത് എളുപ്പമല്ലെങ്കിൽ ജനറലായി നമ്മൾ ഫ്രാക്ഷൻ ചെയ്യുമല്ലോ, ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഡിനോമിനേറ്റർ 16 ആക്കുവാണ്. 2 ഇൻറ്റു 8 ആണ് 16. അപ്പോൾ മുകളിലും താഴെ സെയിം നമ്പർ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. 1/16. അപ്പോൾ എന്ത് കിട്ടി? 7/16. ഇതാണേ നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ അല്ലേ? യെസ്. അപ്പോൾ ചിലത് നമുക്ക് എങ്ങനെ ചെയ്യാം? മൾട്ടിപ്ലൈയും നമുക്ക് ചെയ്യാം, സമ്മേഷൻ അത് നമ്മളാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്കത് തീരുമാനിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ 43.75 കണ്ടു, നിങ്ങൾക്ക് മൾട്ടിപ്പിളാണ് സ്ട്രൈക്ക് ആയെങ്കിൽ നിങ്ങളത് ചെയ്യാം. ചിലർക്ക് സമ്മേഷൻ ആയിരിക്കും ചെയ്തത്, അപ്പോൾ നിങ്ങൾ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് സമ്മേഷൻ. സമ്മേഷൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയാലും 333 1/3% of 144. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, 333 1/3% of 144. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 300 + 33 1/3. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 300 + 33 1/3% of 144. ഇതിൻ്റെ എന്താണ്? ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാം? 3 × 144. നമ്മളിത് പഠിച്ചതാണ്. 300% വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ 144 + 1/3 × 144. ചിലപ്പോൾ ഇവിടെ 366 2/3 എന്നായിരിക്കും. ഓക്കെ, 366 2/3 എന്നായിരിക്കും. അപ്പോഴും നമുക്കറിയാം അത് 33 1/3യുടെ മൾട്ടിപ്പിളാണ്. നമ്മൾ ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 2/3 × 144 അങ്ങനെ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ സമ്മേഷനും ഇതും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ മൾട്ടിപ്പിളിൻ്റെ കാര്യവും നമ്മളിവിടെ അപ്ലൈ ചെയ്തു. 300 എന്ന് പറഞ്ഞാൽ 100ൻ്റെ മൾട്ടിപ്പിളാണ്. 66 2/3 എന്ന് പറഞ്ഞാൽ അത് 33 1/3യുടെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്പിളും നമ്മൾ അപ്ലൈ ചെയ്തു, നമ്മൾ സമ്മേഷനും നമ്മൾ അപ്ലൈ ചെയ്തു. ചില പ്രോബ്ലത്തിൽ മൾട്ടിപ്പിൾ മാത്രമായിരിക്കും, ചില പ്രോബ്ലത്തിൽ നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇപ്പോൾ 37.5 3/8 ആണ്. 37.5 3/8 ആണ്. നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? 12.5 × 3 എന്നാണ് ചെയ്തത്. ഇതിന് നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. 25 + 12.5 അങ്ങനെയും നമുക്ക് ചെയ്യാം. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/4 + 1/8 എന്ന് കിട്ടും. 2/8 3/8. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3/8 ആണ്. ഇനി നമ്മൾ നേരത്തെ നോക്കിയില്ലേ 62.5. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നിയർ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുവാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 50 + 12.5 എന്ന് എഴുതാം. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1/2 + 1/8 അല്ലേ? നമുക്ക് ആൻസർ കിട്ടിയത് 5/8. നമുക്ക് ഓൾറെഡി നമുക്ക് 62.5 ചെയ്തപ്പം 5/8 ആണ് നമുക്ക് കിട്ടിയത്. ഇനി നിങ്ങൾ നോക്കുക, ഇപ്പോൾ 87.5 ഉണ്ട്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 50 + 37.5 എന്ന് നമുക്ക് എഴുതാം അല്ലേ? 50 എന്ന് പറഞ്ഞാൽ ഹാഫാണ്. 37.5 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 3/8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7. നമുക്ക് സെയിം വാല്യൂ 7/8 കിട്ടി. അപ്പം ചില പ്രോബ്ലംസ് നമുക്ക് മൾട്ടിപ്പിളായും നമുക്ക് ചെയ്യാം. സമ്മേഷൻ നിങ്ങൾക്ക് ഏതാണോ ഈസി നിങ്ങൾക്കത് ചെയ്യാം. ഞാൻ രണ്ടും പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൾട്ടിപ്പിൾസും നമ്മുടെ സമ്മേഷനും. അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു 2 വലിയ കാര്യങ്ങൾ നമ്മളതിൻ്റെ വാല്യൂസൊക്കെ നമ്മൾ നോക്കി, മൾട്ടിപ്പിൾസ് നോക്കി, നമ്മളതിൻ്റെ സമ്മേഷൻ നോക്കി. ഇനി ഇതിൽ വേറൊരു കുഞ്ഞു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് പെർസെൻറ്റേജിനെ സംബന്ധിച്ചിടത്തോളം A% ഓഫ് B എന്ന് പറയുന്നത് B% ഓഫ് A ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 382% ഓഫ് 50 എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. 382 നമ്മൾ ഓർക്കാണ്. ഓക്കെ, 300 നമുക്കറിയാം, പക്ഷേ 82 നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് പാടാം. അപ്പോൾ പക്ഷേ ഇപ്പുറത്ത് തന്നിരിക്കുന്നത് 50 ആണ്. നമുക്ക് ഭയങ്കര ഈസി ആയ ഒരു പെർസെൻറ്റേജ് വാല്യൂ ആണ് ഇപ്പുറത്ത് തന്നേക്കണം. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ തിരിച്ചെഴുതാം, 50% ഓഫ് 382. ഈ 2 സമയത്തും നമുക്ക് കിട്ടണ വാല്യൂ സെയിം ആണ്. അപ്പോൾ ഞാനൊരു എളുപ്പമുള്ളൊരു വാല്യൂ വെച്ച് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇതിന് നമുക്ക് ആദ്യം ഇതിപ്പോൾ വേണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത് ഇപ്പോൾ A% ഓഫ് B എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എങ്ങനെ എഴുതാം? A/100 × B അല്ലേ? B% ഓഫ് A എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? B/100 × A. നമുക്കറിയാം B ഡിവിഷൻ ഹോൾ ഡിവിഷനാണ് അല്ലേ? അപ്പോൾ ഈ 100 അതായത് A/100 × B എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? B/100 × A. അതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഒരു ഡിഫറൻസും ഇല്ല. സോ അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ഞാനൊരു നമ്പർ വെച്ച് ഞാൻ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. നോക്കുക, അതായത് 25% ഓഫ് 50 നമുക്ക് എളുപ്പമുള്ളൊരു വാല്യൂ ചെയ്യാമല്ലോ. അതേപോലെ 50% ഓഫ് 25 നമുക്ക് രണ്ടും നമുക്ക് ചെയ്ത് നോക്കാം. 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4. 1/4 × 50. അപ്പോൾ നമ്മുടെ ആൻസർ 50/4 ആണ്. ഇനി 50% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. 1/2 × 25. 25/2. ഇവിടെ 50/4 ആണ് വെട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 25/2. അപ്പോൾ അതുകൊണ്ട് ആൻസർ രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇപ്പുറത്ത് അതായത് പെർസെൻറ്റേജിൽ തന്നിരിക്കുന്ന വാല്യൂ നമുക്ക് വളരെ വലിയ വാല്യൂ, അപ്പുറത്തുള്ള വാല്യൂ നമുക്ക് അറിയാവുന്ന ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഇവിടെ 50ക്ക് പകരം 87.5 ആണ്. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് ഇപ്പുറത്തൊരു സോൾവ് ചെയ്യാൻ പറ്റാത്ത വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നേരെ തിരിച്ച് നമുക്ക് എഴുതാം. അതായത് ഇവിടെ 87.5% ഓഫ് 382 എന്ന് എഴുതാം. അപ്പോൾ ഞാനൊരു ഒരു 2-3 എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് 28354% ഓഫ് 366.66. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ വാല്യൂ 283,454ൻ്റെ പെർസെൻറ്റേജ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കാണ്, നമുക്ക് ഭയങ്കര ഒരു മെനക്കെടാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ വാല്യൂ നമ്മൾ നോക്കുന്നു 366.66. അപ്പോൾ നമുക്കറിയാം ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും?
300 പ്ലസ് 66.66 എന്ന് എഴുതാം. 300 3 ഇൻറ്റു 100% ആണ്. ഇതെന്താണ്? 33 1/3 ഇൻറ്റു 2 ആണ്, അല്ലെങ്കിൽ 33.33 ഇൻറ്റു 3, രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ്, ഇതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈസിയാണ് അല്ലേ? അപ്പോൾ നമുക്കിതിനെ നേരെ തിരിച്ചെഴുതാം. അതായത് 366.6% ഓഫ് 28354. സോൾവ് ചെയ്ത് നോക്കാം. 3 ഇൻറ്റു 100 അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു 28354 പ്ലസ് 2 ഇൻറ്റു 33 1/3, 2/3 ആണ് ഇൻറ്റു 28. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മറിച്ച് നമ്മൾ ഇതിങ്ങനെ ചെയ്യാൻ നിന്നാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. 28354 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 366.66, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. സോ അതാണ് A% ഓഫ് B എന്ന് പറയുന്നത്, B% ഓഫ് A. സോ അതും നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുക. നമുക്ക് പ്രോബ്ലംസിൽ കുറേ അത് യൂസ് ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി. ലാസ്റ്റ് സെഷനിൽ നോക്കിയതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കി. പിന്നെ നമ്മൾ സമ്മേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കി. പിന്നെ നമ്മൾ ഒരു ഫോർമുല, ഒരു സംഭവം, അതും കൂടെ നമ്മൾ A% ഓഫ് B ഈസ് ഈക്വൽ ടു B% ഓഫ് A എന്ന് പറയുന്ന ആ ഒരു സംഭവം കൂടെ നമ്മൾ നോക്കി. അപ്പോൾ ഇന്ന് നോക്കിയ എല്ലാ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മനസ്സിലായിട്ടില്ല, ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കോമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി, നമുക്ക് അതിനെ ക്ലിയർ ചെയ്യാം. അതേപോലെ നമ്മൾ ചില വാല്യൂസ് നമ്മൾ നോക്കിയിട്ടില്ല. 1/13, 1/17, 1/18, 1/19 ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കാതിരിക്കുന്ന ആ വാല്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കണം. അതിൻ്റെ മൾട്ടിപ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അതറിയണം താല്പര്യം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ അത് മാത്രമായി ഒരു സെക്ഷൻ, ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനത് അധികം ചോദിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ബാക്കിയുള്ളതിൽ അപ്ലൈ ചെയ്യുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് ഇതിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ പ്രൊസീജിയറിൽ ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതെടുത്ത് നമ്മൾ പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ യെസ്, നമുക്കത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവില്ല അല്ലേ? യെസ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ ഡൗട്ട്സ് മാത്രമല്ല, നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങൾക്ക് താഴെ കോമൻറ്റ് സെക്ഷനിൽ പ്ലീസ് ഡു കമൻറ്റ്. നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ യെസ്, അത് നമുക്കൊരു എൻകറേജ്മെൻ്റ് ആണ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും ഹെൽത്തിയായ ഏത് കമൻസും അത് വെൽക്കമിങ്, ഇറ്റ്സ് വെൽക്കമിങ്. ബിക്കോസ് അത് നമുക്ക് നല്ലതാണ്, നമ്മളെ സ്വയം ഇമ്പ്രൂവ് ചെയ്യാനില്ല. യെസ്, എനിക്കും അതൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ. അതേപോലെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി. എവിടെയെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് റീവൈൻഡ് അടിച്ച് നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് അടിച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട്, എൻ്റെ പരമാവധി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കുറേ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെൽ ബട്ടണിൽ ഓളൊന്നും കൂടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്താലും ആ അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്ക് വാച്ച് ലേറ്ററിലിടാം. വാച്ച് ലേറ്ററിലിട്ടിട്ട് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾക്കത് കാണാം. നിങ്ങൾ തിരഞ്ഞ് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. യെസ്. അപ്പോൾ ഇതേപോലെ വേറൊരു സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.